let's come to the whole ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അജു വരുന്നതെന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു. വിനീത് വാസ് യുവർ ക്ലാസ്മേറ്റ് ഓർ വാസ് യുവർ ബാച്ച്മേറ്റ്? നല്ല ക്ലോസ് ഫ്രണ്ട് ആയിരുന്നോ അജു? ഓക്കെ, അപ്പോൾ അത്യാവശ്യം ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ നിങ്ങൾ സിനിമയിൽ എപ്പോഴെങ്കിലും മദ്രാസിലായതുകൊണ്ട് കുറച്ച് മലയാളികളെ അവിടെ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാ ബാച്ചും എല്ലാ ഇയറും ഫസ്റ്റ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ വരെ എല്ലാവരും ഒരു ക്യാമ്പസിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ വിനീത് എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി അജുവിനെ വിളിക്കും എന്നുള്ളൂ അങ്ങനെ ഒരു? ഇല്ല, കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫിലിം ചർച്ചകളൊക്കെ ചെയ്യാറുണ്ട്. കാര്യം ആ ക്യാമ്പസിലാകെ എന്താ പറയുക, ഒതന്റിക് ആയിട്ട് സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ അറിയാവുന്ന ഒരു കണക്ഷൻ വിനീതിനേ ഉള്ളൂ. വിനീത് ആ സമയത്താണ് പാട്ട് പാടുന്നത്. ഈ കസവിൻ്റെ തട്ടുകെട്ട് കേരളയൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നു. അപ്പം എന്തെങ്കിലും നമുക്ക് സിനിമയെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ വിനീതിനോട് ചോദിക്കാറുണ്ട് വിളിച്ച്. അപ്പോൾ എനിക്ക് തിരക്കഥ എഴുതണം എന്നായിരുന്നു ആഗ്രഹം, തിരക്കഥ എഴുതണം. അപ്പം സംവിധാനം ചെയ്യണമെന്നൊക്കെ ഉള്ള അതിമോഹമൊക്കെ ഉള്ള കാലം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വളരെ എളുപ്പമാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന കാര്യം. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താ എത്ര പാട്, പുറത്തുനിന്ന് ക്യാമറ എടുക്കുക, രണ്ടുപേര് വെക്കുക, അഭിനയിപ്പിക്കുക, എഡിറ്റ് പോലും മര്യാദയ്ക്ക് അറിയില്ല. അപ്പോഴാണ് ഈ ഒരു തോട്ടുള്ള കാലം. പിന്നെ വിനീതിനോട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. പല ബുക്കുകൾ വിനീത് തന്നിട്ടുണ്ട് വായിക്കാൻ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. വിനീത് അപ്പം എനിക്കൊന്ന് സ്ക്രിപ്റ്റ് മലർവാടി എഴുതാനൊക്കെ ഉള്ള പ്ലാനായിട്ട് പോയി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ജോലിയും ഞാൻ എടുക്കുന്ന ജോലി പഠിച്ച എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു. അപ്പം അത് മടുത്തു, നമുക്ക് റിസൈൻ ചെയ്യാം. ഞാനപ്പം ഹ്യൂമൻ റിസോഴ്സിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ജോലി. പക്ഷേ 2 years ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കത് മടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമുക്ക് സിനിമ തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ, നമുക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം, അതാണ് നമ്മുടെ ആഗ്രഹം. വിനീതിനെ അസിസ്റ്റ് ചെയ്യാം. കാര്യം അത് വലിയൊരു കുഴപ്പമില്ലല്ലോ, എനിക്ക് കാശൊന്നും തരണ്ട, പ്രൊഡ്യൂസറോട് അതൊന്നും പ്രശ്നമില്ല, ഞാൻ എന്ത് പണിയും ചെയ്തോളാം എന്ന് ചോദിക്കാനിരിക്കുമ്പോഴാണ് ഒരു ദിവസം വിനീതിൻ്റെ കോൾ വരുന്നത്. നമ്മൾ സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞു. അതേപോലെ ദിലീപേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അടിപൊളി. അപ്പം നമുക്കും ഇനിയിപ്പോൾ ചോദിക്കാം, പ്രൊഡ്യൂസറൊക്കെ ആയല്ലോ, അപ്പോൾ അതിലൊരു ക്യാരക്ടർ നീ ചെയ്ത് നോക്ക്, നമുക്ക് ഓഡീഷൻ എടുക്കാം. അപ്പം നമ്മൾ എന്താണോ പറയാൻ പോയതും തിരിച്ചിങ്ങോട്ട് വന്നതും ഡബിളായിരുന്നു. കാര്യം നമ്മൾ ചോദിക്കാൻ പോയത് ഒരു ചെറിയ സംഭവമായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്ന ഓഫർ വാസ് ബിഗ് ഇനഫ്. അപ്പം അങ്ങോട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പ്ലാനോ, കാര്യം അതായാലും കുറവല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എന്താ വേണ്ടത് ചെയ്യണ്ടേ, വണ്ണം കുറയ്ക്കണം, ഈ വണ്ണം ഉണ്ട് അന്നു, അപ്പം അത് വേണം സിനിമയിൽ. അപ്പം ഞാൻ പിന്നെ വേറൊന്നും ചോദിച്ചില്ല, ഓക്കെ എന്ന് പറഞ്ഞു, കട്ട് ചെയ്തു. 10-12 കിലോ ഞാനും കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നു. പിന്നെ എല്ലാം ആസ് യു നോ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി കുറച്ചാളായിട്ടുള്ള. ഓക്കെ, സോ യുവർ ഫസ്റ്റ് ഫിലിം അത് ചെയ്ത് കഴിഞ്ഞിട്ട് യുവർ തോട്ട്സ് അബൌട്ട് ഫിലിം ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രി? ഞാൻ ഇപ്പം ഇറക്കി വിട്ടാലും ഇറങ്ങി പോവില്ല, പിടിച്ചു നിൽക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും. അഭിനയം എന്നുള്ളത് വളരെ കോൺസിഡൻ്റലായിട്ട് വന്നൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ അത് വൺസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മൾ അപ്പോഴാണ് ഒരു ക്യാമറയുടെ പുറകിൽ ഇത് ഇപ്പോൾ ആ ചേട്ടൻ എത്രയോ പേര് ക്യാമറയുടെ പുറകിൽ ഇത്രയോ വലിയ ക്രൂ ഉണ്ട്, ഇത്രയും പേരുടെ എഫേർട്ടാണെന്നൊക്കെ അറിയുന്ന ഒരു സെറ്റ് വരുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ സിനിമയോടൊക്കെ കുറച്ചും കൂടെ റെസ്പെക്റ്റോടെയൊക്കെ നോക്കണത്. ഇതൊക്കെ ഇത്രയും പേരുടെ ഒരു അധ്വാനമാണ്, നമ്മളങ്ങനെ വെറുതെ എളുപ്പമെന്നുള്ളത് പറയുന്നൊരു ജോലിയല്ല. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആക്ഷനും കട്ടും വിളിക്കുകയല്ല ഒക്കെ ഉള്ളൊരു തിരിച്ചറിവ് വരുന്ന മലർവാടി വരുമ്പോഴാണ്. അതോടെ ഞാൻ എൻ്റെ ആ 2 ആഗ്രഹങ്ങളും കളഞ്ഞു. തിരക്കഥ എഴുതണമെന്നും സംവിധാനം ചെയ്യണമെന്നും. പിന്നെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരാൻ നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അഭിനയിക്കാം, നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ. കാര്യം എനിക്ക് വേണ്ട, ഞാനൊരു ഇൻബോൺ ആക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നും എനിക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് അവരുടെ ഒരു ഗൈഡൻസിൽ ചെയ്തു തീർക്കാം. വെരി ഏർലി ഇൻ യുവർ കരിയർ അജു യു ഗോട്ട് മാരിഡ്. വൈ 29? ഏർലി ഇൻ യുവർ കരിയർ, ഞാൻ ഏജ് വൈസ് അല്ല പറഞ്ഞത്. ഫാൻ ബേസ് ഒക്കെ കൂടി പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഈ ചേട്ടൻ ഇങ്ങനെ പൊതിയണ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിലാണല്ലോ വന്നിട്ടില്ല. അതൊക്കെ നായകന്മാരുടെ പുറകെയാണ്. നമ്മൾ സപ്പോർട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ പറച്ചില്ലേ ഉള്ളൂ. സീരിയസ്ലി കൊച്ചു പിള്ളേരുണ്ടാവും 17-18 വയസ്സാകുമ്പോൾ അവരൊക്കെ നിവിൻ പോളിക്കും ആസിഫിനും ദുൽഖറിന്റെ പുറകെ പോകും. Okay, so you got very, married quite early in your career. And I'm not going to accept what you said. ഞാൻ അങ്ങനെ അപ്പാടെ accept ചെയ്യുന്നില്ല. I'm sure you would have had a fan base for yourself.
അങ്ങനെ എന്നെ നോക്കല്ലേ അജു. ഇല്ല, അങ്ങനെ ഇല്ല. നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ്. And very quick you also become a dad. Okay, let's move over that. Okay, so that was also quite fast, you know, marriage and then kids also. How was it parenting father? എന്ത് പഠിച്ചു? പഠിച്ചുകൊണ്ടിരിക്കുക. അതേ ഇപ്പോഴും ഞാൻ ഇന്നിപ്പോൾ ഈ ഷോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഇവാനെയും ജുവാനെയും കാണാൻ. അതാണ് അവരുടെ പേര്. വേറൊന്നുമല്ല, ഭാര്യ ഒറ്റയ്ക്കാണ്. ഉള്ള ദിവസങ്ങളെങ്കിലും എറണാകുളത്തുള്ളപ്പോൾ മാക്സിമം ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ എന്നല്ല, അതേ ചെയ്യാറുള്ളൂ ഇപ്പം. How is it life with twins? എനിക്ക് രസമാണ്, അവൾക്ക് ഇച്ചിരി പാടാണ്. അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഈ റെസ്പോൺസിബിൾ മദർ ആകുമ്പം അത് തീർച്ചയായിട്ടും ഒരു എഫേർട്ടുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഫാദർ ഹാഫ് ആയിട്ടുള്ളപ്പോൾ അത് ഫണ്ണുണ്ട്, കുറച്ചേ ഉള്ളല്ലോ അതിൻ്റെ സീരിയസ്നെസ്. അപ്പോൾ അവർ ഉറങ്ങുന്ന ടൈമൊക്കെ നമുക്ക് സുഖമാണ്. അവർക്കതല്ല, ഉറങ്ങുന്ന ടൈമിൽ അതൊക്കെ കഴുകി വെക്കുക, അടുത്ത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുക, വീണ്ടും റെഡിയാക്കി വെക്കുക, സമയത്ത് നമുക്ക് ഉറങ്ങാമല്ലോ. When will we see you as a hero? എനിക്കും അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. I don't see myself fitting for a role in the lead, in the lead character. അപ്പോൾ അത് ഞാൻ എന്നെപ്പോലൊരു ആക്ടറെ മലയാളം സിനിമയിൽ ഒരു നായക വേഷം ചെയ്യുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ മറ്റു പേരുകൾ പറയണില്ല, പക്ഷെ എന്നെപ്പോലൊരു രൂപമൊക്കെ ഉള്ള ഒരാളെ മലയാളം സിനിമയിൽ നമുക്ക് അത്രയും രൂപങ്ങളും ഹീറോസൊക്കെ ഉള്ള സ്ഥലത്ത് എന്നെപ്പോലെ ഒരാൾ കാണാൻ ഞാൻ പോയി കാശ് മുടക്കിയൊന്നും കാണില്ല. അർജുന് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. എനിക്ക് നായകനാവാം, അതുകൊണ്ട് റിസ്ക് ഇല്ലാതെ. നാട്ടുകാർ പറയില്ലല്ലോ അവരുടെ കാശ് കളഞ്ഞെന്ന്. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കാണാമല്ലോ. മറ്റേ നമുക്ക് കേൾക്കാൻ പറ്റും, എൻ്റെ 50 രൂപ, എൻ്റെ 100 രൂപ. പിന്നെ ഞാൻ ഒരു പടം ചെയ്തു, പടത്തിൻ്റെ പേര് പറയുന്നില്ല. കാലിക്കറ്റ് ഷൂട്ട് ചെയ്യാണ്, ബീച്ചിലാണ്. ബീച്ചിൽ കുറേ പേരുണ്ട്. അപ്പം കുറച്ച് പേർക്ക് ചിരിക്കുന്നുണ്ട്, നമ്മളും ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ പടം കണ്ടു. അപ്പം ഞാൻ പടം ബോക്സ് ഓഫീസിലൊരു അത്ര നല്ലൊരു ഇമ്പാക്റ്റ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു. എന്ത് പറയും നമ്മൾ അവർ സ്ട്രെയിറ്റ് ആയിട്ട് പറയാണ്. ഞാൻ പറഞ്ഞു ചേട്ടന് കുഴപ്പമില്ലായിരിക്കല്ലേ, രണ്ടെണ്ണം തല്ല് തരാൻ തോന്നി. അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്നാൽ ശരിയാവില്ല. കാര്യം അവർക്ക് ഒരു നമ്മളൊരു റിപ്ലൈ കൊടുത്താൽ പിന്നെ അവർ അതിൽ നിന്ന് നെക്സ്റ്റ് കൗണ്ടർ വരും. ഞാൻ പിന്നെ പതുക്കെ അവിടെ നിന്ന് വലിഞ്ഞു. One must watch short film of Aju Varghese. ഒരു തുണ്ടുപടം. നമ്മളുടെ സമൂഹത്തിൻ്റെ അങ്ങനെ എല്ലാവരും ആ ചിന്താഗതി ഉള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ചിന്താഗതി ഉള്ളവർക്കായിട്ട് ഒരിക്കൽ ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്നാൽ എന്താണ് തോന്നാവുന്നതും, അല്ലെങ്കിൽ അതാണ് ആ പേര് തന്നെ ഇടാൻ കാരണം. അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും. അല്ല പറഞ്ഞില്ല, IT കമ്പനിയിലായിരിക്കുമല്ലേ ആ സ്ട്രൈറ്റൻ ചെയ്ത മുടിയും പിന്നെ ഉറക്കൊളച്ച 2 കണ്ണും ഉപയോഗിക്കാൻ അറിയാത്ത സ്മാർട്ട് ഫോണും IT കമ്പനി തന്നെ. അല്ല, നമ്മൾ രണ്ടുപേരും ഒരു തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നവരായതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നല്ലതാ. അല്ലേ, വെള്ളം കൊണ്ടല്ലാതെ കിട്ടുന്നില്ലല്ലോ. പേര് മാത്രം പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? കാണാനൊരു 1.5 ആണ്. പഴയ വണ്ടിയാണെങ്കിലും നല്ല പെർഫോമൻസ് ആണല്ലേ ഏട്ടാ.